സദക്ക ഏറ്റവും പുണ്യകരമായ കാര്യമാണ്. സദക്കകൾ നമ്മൾ കൊടുക്കണം. റമദാനിക്ക് ഒരു വിഹിതം മാറ്റിവെക്കണം. ഈ റമദാനിക്ക് എനിക്ക് കൊടുക്കാനുള്ളതാണ് ഈ 25,000, അങ്ങനെ മാറ്റിവെക്കണം. അപ്പോഴേ കൊടുക്കുള്ളൂ. കൊടുത്തിട്ടുണ്ടാവും എന്നിങ്ങനെ സമാധാനിച്ചിട്ടൊരു കാര്യമില്ല. ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. വെറുതെ ഇങ്ങനെ തോന്നുകയാണ് കൊടുക്കുന്നുണ്ടാവും. അത് മാറ്റി വെച്ചിട്ടാണ് തീർക്കണം. അപ്പോഴാണ് ഒരു ദിവസത്തേക്ക് നിങ്ങൾ 500, 100, 10 റുപ്യോ, ഒരു 300 റുപ്യ മാറ്റിച്ച് ഒരു ദിവസം ഒരു 10 റുപ്യ ഞാൻ കൊടുക്കും തീരുമാനിച്ചാൽ അതേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഷാഫി ഇമാം റമദാനിലെ സ്വതക്ക റസൂലുള്ളാഹിനെ അനുകരിച്ചു. റസൂലുള്ളാഹിനെ അജ്വദുന്നാസി ബിൽ ഖൈറാൻ, റമദാനിക്കാണ് ഏറ്റവും അധികം കൊടുത്തിരുന്നത് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അഹബ്ബു ലിറജുലി അസിയാദ ഉഹിബ്ബു ലിറജുലി, ഒരു മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നു അസിയാദ ബിൽ ജൂദി ഫി ശഹ്രി റമദാൻ, റമദാനിൽ അവന് ഭയങ്കരമായ ഔദാര്യം കൊടുക്കുക എന്നുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാകുന്നു എന്നാണ്. ഇഖ്തിദാഅൻ ബിർ റസൂൽ, അത് റസൂലിന്റെ മാതൃകയാണ്. റമദാനിക്ക് കുറച്ചധികം സദക്ക കൊടുക്കുക എന്നുള്ളത് എന്താണ്? നബിന്റെ മാതൃകയാണ്. വലിയ ഹാജത്തിന്റെ ആസിഫിഹി ഇലാമസ്, അന്ന് ജനങ്ങൾക്ക് അത് ആവശ്യമുണ്ടെന്നാണ്. ആ പൈസ എന്തുകൊണ്ട് ആവശ്യം ഉണ്ടാകുന്ന കാര്യങ്ങൾ വലിയ തശാഖുലി കസീർ മിൻകും ബിസ്സൗമി വസ്സലാലിൽ മക്കാസിബ്, പല ആളുകൾക്കും തൊഴിലിന് പോകാൻ പറ്റൂല, തൊഴിലുണ്ടാവൂല. അപ്പൊ ആ സാധുക്കൾക്ക് ഒരു മാസത്തേക്കുള്ള വിഹിതം കിട്ടിയാൽ തരും, സമാധാനത്തോടെ നോമ്പോൽക്ക. നമ്മളൊരാളെ സഹായിച്ചാൽ അയാൾക്കൊരു ഒരു 2000 റുപ്യ ഒരാളെ കൈ കൊടുത്ത് പാവപ്പെട്ട കൈ കൊടുത്താൽ ഓൻ 4 ദിവസം പണിക്കോ, അതെന്ത് ചെയ്യുക? ഓന്റെ ആരാധനക്ക് സമയം കാണും. ഒരു ആശ്വസിപ്പിക്കലാണ്, ഒരു സമാധാനമാണെന്ന്. അതുകൊണ്ട് റമദാനിലെ സദക്കകൾ പ്രത്യേകം പുണ്യമുള്ളതാണെന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്.